യുദ്ധപ്രതിസന്ധിയിലും GCC കൺട്രികളിൽ വൻ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഷാജി പാപ്പൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വന്തം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ആട്3 എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ 4 ദിവസത്തെ GCC കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജയസൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി മിഥുൻ മാനുവൽ തോമസ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നല്ലോ ആട്3 എന്ന് പറയുന്ന സിനിമ. ഈ വ്യാഴാഴ്ച തിയേറ്ററോടെത്തിയ ചിത്രം ആദ്യ വാരം പിന്നിടുമ്പോൾ തന്നെ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിലും ഇന്ത്യൻ ബോക്സ് ഓഫീസിലും ഗൾഫ് കൺട്രികളിലടക്കം തന്നെ ചിത്രം വലിയ തരംഗങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ യുദ്ധപ്രതിസന്ധിയിലും GCC കൺട്രികളിൽ നിന്ന് ചിത്രം നേടുന്ന കളക്ഷൻ കണ്ട് സിനിമാ പ്രേമികളിൽ പോവുകയും മറ്റ് സിനിമകൾക്ക് പ്രചോദനമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിന് മാത്രം 20 കോടി പിന്നിട്ട ചിത്രം GCC കൺട്രികളിൽ നിന്നായിട്ട് ഏകദേശം 35 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയതാണ് ആദ്യ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ ഏകദേശം 43 കോടി 70 ലക്ഷം രൂപയാണ്. അതിന് മുക്കാൽ ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന GCC കൺട്രികൾ തന്നെയാണ്. എന്തൊക്കെയാണ് യുദ്ധപ്രതിസന്ധികളൊന്നും തന്നെ ചിത്രത്തിനെ സാരമായിട്ട് ബാധിച്ചിട്ടില്ല. ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 80 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മലയാള സിനിമ കണ്ട ഇക്കാര്യത്തെ വലിയ വിജയങ്ങളൊന്നായിട്ട് മാറുമ്പോൾ ഡയറക്ടറുടെ പല റെക്കോർഡും ഇപ്പോഴത്തെ വേദിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് ജയസൂര്യയുടെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ ഒരു വർഷം കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന മലയാള സിനിമകൾക്കും ഇതേ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ച 2026 മലയാള സിനിമയുടെ ഒരു പൊൻതൂവലായിട്ട് മാറുന്ന വർഷമായിട്ട് മാറും. 2024 മലയാള സിനിമയ്ക്ക് ഒരു സുവർണ്ണ കാലഘട്ടം തന്നെയായിരുന്നു. ഒരുപാട് 100 കോടി ചിത്രങ്ങൾ, 200 കോടി ചിത്രങ്ങൾ, 50 കോടി ചിത്രങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ 2025 മോശമായിരുന്നെങ്കിലും 2026 തുടക്കം പാളിപ്പോയെങ്കിലും ഇനി അങ്ങോട്ട് പ്രതീക്ഷയുള്ള ഒരുപാട് ചിത്രങ്ങൾ വരുമ്പോൾ ആ ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ ചിത്രങ്ങളുടെയൊക്കെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.